മരുഭൂമിയിൽ ഒറ്റപ്പെടുമ്പോൾ സാലിഹ്യങ്ങളായ ജിന്നുകളോട് പ്രാർത്ഥിക്കാനാണ് റസൂലുള്ള പറഞ്ഞത് എന്ന ആ ഹദീസ് ഉദ്ധരിച്ചപ്പോൾ അതിന് മറുപടി ആയിക്കൊണ്ടാണ് നിങ്ങൾ പറയുന്നത് അതിൽ പ്രാർത്ഥന ഇല്ല. എന്നിട്ട് അതെന്താക്കി, ആരെങ്കിലും ഒന്ന് സഹായിക്കട്ടെ എന്നുള്ള സ്വാഭാവിക പ്രതികരണം മനുഷ്യന്മാരോട് പറയാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. ഇത് നിങ്ങൾ സ്വാഭാവികമായ നിങ്ങൾക്ക് മറുപടി പറയാനില്ലാത്തത് കൊണ്ടുള്ള നിങ്ങളുടെ സ്വാഭാവിക വെപ്രാളമാണ് ഇതെടുത്ത് കാണിക്കുന്നത്. അതാ മനസ്സിലാക്കട്ടെ. എന്നിട്ട് മറ്റുള്ളവരെ പറയാം. ജിന്നോ മലക്കോ സഹായിക്കുമെന്ന് എന്നുവെച്ച് അത്തരത്തിൽ പറയുമ്പോഴാണല്ലോ അത് പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്നതും. സഹായിക്കുമെന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. വേറെ ഇസ്ലാമിലുള്ളതോ ജിന്നോ മലക്കോ സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് അതിൽ എഴുതിയിട്ടില്ല. അതിരിക്കട്ടെ, അതൊരു കളവ്. പക്ഷെ എന്തായി അപ്പോഴാണുള്ള പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്നതോ നിങ്ങൾ എഴുതിയതോ? നിങ്ങൾ എഴുതിയത് മുസ്ലിയാർ മറുപടി പറഞ്ഞത് സാലിഹികളായ ജിന്നുകളോട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത് എന്ന് മുസ്ലിയാർ പ്രസംഗിച്ചതിന് നിങ്ങൾ ചോദ്യം വന്നപ്പോൾ നിങ്ങൾ മറുപടി പറയുന്നു അതിൽ പ്രാർത്ഥന ഇല്ല. എന്നിട്ട് അത് സ്വാഭാവിക പ്രതികരണം. ഇസ്ലാഹിൽ എഴുതിയതോ അത് പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്നത്. അതാണ് നിങ്ങളുടെ സ്വാഭാവികമായുള്ള പരിഭ്രമം. എന്ത് മറുപടി പറയണം എന്നറിയാതെ ആദ്യം നുണ ആരംഭിക്കുകയും നുണപ്രചരണം നടത്തുകയും അവസാനം നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതിയ നിങ്ങളുടെ ഔദ്യോഗിക പത്രത്തിൽ പ്രസിദ്ധീകരണത്തിലൂടെ നിങ്ങൾക്ക് മറുപടി കിട്ടാൻ തുടങ്ങിയപ്പോഴുള്ള സ്വാഭാവിക എന്താ പരിഭ്രമമാണ് നിങ്ങളിപ്പോൾ ഈ കാണിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പറയുമ്പോഴാണല്ലോ അത് പ്രാർത്ഥനയും പരിധിയിൽ വരുന്നതും തൗഹീദിനെ ഏൽക്കാതാവുന്നതും. അതുകൊണ്ട് തൗഹീദിനെ ഏൽക്കാതാകുന്നത് നിങ്ങളെഴുതിയില്ല. ഹാജറ ബീവിയുടെ ചരിത്രം ഉദ്ധരിച്ചും KK മുഹമ്മദ് സുല്ലമി അത്തൗഹീദ് മാസികയിൽ എഴുതിയ വരികൾ ഉദ്ധരിച്ചും ഇത് മറച്ചു വെച്ചായിരുന്നു പിന്നുകാർ വസ്വാസ് ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നത്. ഓർമ്മാക്കിയത് നന്നായി വെക്കണം. ഇത് അത്തൗഹീദ് എന്ന നിങ്ങളെ മാസികയിൽ നിങ്ങളാ എഴുതിയിട്ട് ഇവിടെ ഓർമ്മാക്കിയതോ? ഓർമ്മിപ്പിച്ചത് നന്നായി, അതിന് നിങ്ങളോട് നന്ദിയുണ്ട്. പിന്നെന്താ പറഞ്ഞത്? ഹാജറ ബീവിയുടെ ചരിത്രം ഉദ്ധരിച്ചും. ഹാജറ ബീവിയുടെ ചരിത്രം ഉദ്ധരിച്ചെന്താണ്? ഉദ്ധരിച്ചിട്ടില്ല, നിങ്ങൾ എഴുതി. എന്നിട്ട് അതിന് പ്രാർത്ഥന ഇല്ലാതാക്കാൻ നോക്കി. അത് KK മുഹമ്മദ് സുല്ലമി തൗഹീദ് മദീനയിൽ എഴുതിയ വരികൾ ഉദ്ധരിച്ചു. ഇത് മറച്ചു വെച്ചായിരുന്നു. മറച്ചു വെച്ചത് ആദ്യം 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹിൽ എഴുതിയതിന് മുമ്പ് 2000 മുമ്പ് നിങ്ങൾ എഴുതിയത് നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവർ 2007 ഇസ്ലാമുമായി ഊര് ചുറ്റാൻ തുടങ്ങി. നിങ്ങളുടെ ചില പ്രഭാഷകർ നിർലജ്ജം. എന്ത് പറയുന്നത് തങ്ങൾ തന്നെ മുമ്പ് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് പോലും ചിന്തിക്കാൻ കഴിയാതെ നിർലജ്ജം അതുമായി ഊര് ചുറ്റുമ്പോൾ നിങ്ങൾ മറച്ചു വെച്ചു. നിങ്ങൾ ഷബാബിൽ മുമ്പ് തന്നെ രേഖപ്പെടുത്തിയത്. എന്നിട്ട് ഇത് മറച്ചു വെച്ചുകൊണ്ടായിരുന്നു അല്ലേ? മറച്ചു വെച്ചത് ആരാ ആദ്യം എഴുതിയത്? അത് മറച്ചു വെച്ചല്ലേ നിങ്ങൾ ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ തുടങ്ങിയത്? എന്നിട്ട് ഇത് മറച്ചു വെച്ചുകൊണ്ടായിരുന്നു. ഹാജറാബിയുടെ ചരിത്രം ഉദ്ധരിച്ചു KK മുഹമ്മദ് സുല്ലമി അത്തൗഹീദ് മാസികയിൽ എഴുതിയ KK മുഹമ്മദ് സുല്ലമി അത്തൗഹീദ് മാസികയിൽ എഴുതിയ വരികൾ ഉദ്ധരിച്ചും ഇത് മറച്ചു വെച്ചായിരുന്നു ഭിന്നിപ്പിക്കാർ വസ്വാസ് ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നത്. അത് മറച്ചു വെച്ചത് നിങ്ങൾ. കാരണം ആദ്യം എഴുതിയത് നിങ്ങൾ. എന്നിട്ട് അത് മറച്ചു വെച്ചുകൊണ്ട് മുട്ടുകൈയില്ലാത്തവൻ ചെറുവരലില്ലാത്തവൻ ഇങ്ങനെ ചൂണ്ടിയിട്ട് കയ്യെന്നോ മുറിഞ്ഞു പോയതാ. എന്നിട്ട് ചെറുവരൽ പോയവനെ അപ്പം പോയത് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടോ നിനക്കൊരു വിരലില്ല ഓ കൈ പോയവനായി പറയുന്നത്.
അതുപോലെ മറച്ചു വെച്ചു ശ്രമിച്ചത്. മുസ്ലിമിന്റെ മറുപടിയിൽ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ള അപേക്ഷയാണ് പ്രാർത്ഥനയെന്നും മലക്കുകളോടും ജിന്നുകളോടും സഹായം തേടുന്നത് ഇസ്ലാം അംഗീകരിക്കാത്ത സമ്പ്രദായമാണെന്നുമുള്ള വിശദീകരണങ്ങൾ മുസ്ലിമിന്റെ പഴയ ഉത്തരങ്ങളുടെ ശിർക്കൻ വാദത്തെ ന്യായീകരിക്കുന്നതാണെന്നും ഈ വിഷയത്തിൽ മുസ്ലിമിന്റെ നിലപാട് തങ്ങൾക്ക് അനുകൂലമാണെന്നുമുള്ള നവയാഥാസ്ഥികരുടെ പ്രചാരണങ്ങളുടെ കടപുഴകുന്നതായിരുന്നു. കടപുഴകിയിട്ടില്ല. പിന്നെയോ നിങ്ങൾ എഴുതി വെച്ച് എന്താ പ്രാർത്ഥന മലക്കുകളോടും പിന്നെ എന്താണ് വസ്വാസുകളോടൊക്കെ ശ്രമിച്ചിരുന്നു. മുസ്ലിമിന്റെ മറുപടിയിലെ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ള അപേക്ഷയാണ് പ്രാർത്ഥനയെന്നും അതെ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ള സഹായാർത്ഥനയാണ് പ്രാർത്ഥന. അതെന്നെ ഇസ്ലാം പറഞ്ഞത്. മലക്കുകളോടും ജിന്നുകളോടും സഹായം തേടുന്നത് ഇസ്ലാം അംഗീകരിക്കുന്ന സമ്പ്രദായമല്ലെന്നുമുള്ള എവിടെ പിന്നെ അംഗീകരിക്കുന്ന സമ്പ്രദായം എഴുതിയത്? അതൊന്ന് കാണിച്ചേരി. നിങ്ങൾ എഴുതിയത് നിങ്ങൾ മറുപടിയോടുകൂടെ ഇല്ലാതാകുന്നു എന്ന് തിരുത്തിയെന്ന് വരുത്താനുള്ള ശ്രമം കൊണ്ടായില്ല. വിശദീകരണങ്ങൾ എങ്ങനെ സമ്പ്രദായമല്ലെന്നുള്ള വിശദീകരണങ്ങൾ സമ്പ്രദായമാണെന്ന് അംഗീകൃത സമ്പ്രദായമാണെന്നോ ആ ഹദീസിനെ കുറിച്ചോ എന്ന ഹദീസിനെ കുറിച്ച് ഇസ്ലാമിലെ പ്രസ്തുത ലേഖനത്തിൽ പറഞ്ഞതായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധ്യമാണോ? ഇരിക്കട്ടെ, ജിന്നുകളോടോ മലക്കുകളോടോ മരുഭൂമിയിൽ ഒറ്റപ്പെടുമ്പോൾ സഹായം തേടാമെന്നോ തേടേണ്ടതാണെന്നോ പ്രസ്തുത ലേഖനത്തിൽ എഴുതിയതായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? എന്നാൽ അങ്ങനെ തേടാമെന്ന് മുസ്ലിയാർ പറഞ്ഞപ്പോൾ, ആ പ്രാർത്ഥിക്കാനാണ് എന്ന് മുസ്ലിയാർ പറഞ്ഞപ്പോൾ ആ പറഞ്ഞതിൽ പ്രാർത്ഥനയില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചത് ഇതോടെ ഇല്ലാതാകുന്നു, വിശദീകരണത്തോടെ ഇല്ലാതാകുന്നു എന്ന ന്യായം അടിസ്ഥാനരഹിതമല്ലേ? നിങ്ങൾ പറയുന്നത് നിങ്ങൾ തന്നെ പൊളിച്ചു കളയുന്നു എന്ന് മാത്രം എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ട. മുസ്ലിമിന്റെ നിലപാട് തങ്ങൾക്ക് അനുകൂലമാണെന്നുള്ള നവയാഥാസ്ഥികരുടെ പ്രചാരണങ്ങൾ കടപുഴകുന്നതായിരുന്നു. കടപുഴകിയിട്ടില്ല. നിങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാണ് എന്നല്ല, നിങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നത് എവിടെയുണ്ട്? ഷബാബിലും അതിലുപരിയായി നിങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയായിരുന്നു അതിലൂടെ ചെയ്തിരുന്നത് എന്നല്ലാതെ എന്ത് ചെയ്തിട്ടില്ല. പിന്നെ കെ മുഹമ്മദ് സുല്ലമി എഴുതിയതെന്ന് പറഞ്ഞല്ലോ. കെ മുഹമ്മദ് സുല്ലമി എഴുതിയത് എടുത്തുദ്ധരിച്ചും വാസ്തവത്തിൽ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ നിങ്ങളത് എഴുതി അതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു മറുപടി ഉണ്ടാക്കി നോക്കുകയാണ്, വരുത്തിന്ന് ശ്രമിക്കുകയാണ്. എന്നാൽ പ്രപഞ്ചത്തിലെ മലക്കുകൾ പ്രപഞ്ചത്തിലെ സജീവ സാന്നിധ്യം എന്നാണ് ഇത് അത്തൗഹീദില് കെ മുഹമ്മദ് സുല്ലമി ഖഫറല്ലാഹു ലഹു അദ്ദേഹം എഴുതി വച്ചിട്ടുള്ളത്. ഇത് അദ്ദേഹം എഴുതിയത് ഖുർആൻ ഓതുന്ന ആളുകളുടെ അടുക്കൽ അനുഗ്രഹത്തിന്റെ മലക്ക് വരും, ജന്തുക്കൾ അറിയും. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. അത്തൗഹീദിൽ ശബാബുകാരെ, നിങ്ങൾ അത്തൗഹീദിൽ ഇടക്കാലത്തുണ്ടായിരുന്നു, ഇപ്പൊ വാസിക്കണ്ടോന്നറിയില്ല. അത്തൗഹീദ് എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കരുത്. മുമ്പേ ഇറക്കിയ കണ്ണൂർ അബ്ദുൽ ഖാദിർ മൗലവി ഇറക്കിയ ഒരു അത്തൗഹീദ് എന്നൊരു പുസ്തകമുണ്ട്, അതല്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രസിദ്ധീകരണം അത്തൗഹീദ് എന്ന പേരിലുണ്ടായിരുന്നു, ഈ ഭാഗംക്കാർ ഇറക്കിയിരുന്ന. അതിൽ ബർഹവും കെ എഴുതിയ ലേഖനം, പക്ഷെ അത് നിങ്ങളിവിടെ ഓർമ്മയാക്കി. അതുകൊണ്ട് അതും പറയട്ടെ. മരുഭൂമിയിൽ ഒറ്റപ്പെടുപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. വിളിച്ചന്വേഷിക്കാൻ ഇസ്ലാം പറഞ്ഞതായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധ്യമാണോ? എന്നാൽ ഇവിടെ വിളിച്ചന്വേഷിക്കാൻ ആഹ്വാനം ചെയ്തു. എന്നിട്ട് ആ അത്തൗഹീദും പേറി നടക്കുന്ന നിങ്ങൾ
ഇസ്ലാഹുകാരെ ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് നിർലജ്ജം ആക്ഷേപിച്ച് നടക്കുന്നത് നിങ്ങളുടെ ആശയ പാപ്യത്വവും നിങ്ങളുടെ ആശയ ദാരിദ്ര്യവുമാണ് എന്നാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഒറ്റയ്ക്ക് മരുഭൂമിയിൽ നമസ്കരിക്കുന്നവൻ ഉറക്കെ ബാങ്ക് കൊടുക്കുക, മലക്കുകൾ നമസ്കാരത്തിനെത്തും. അത് എത്താതിരിക്കെ എന്തൊരു കാരണം നമ്മൾ അറിയുന്നതല്ല. ഏതായാലും മലക്കുകളെ വിളിച്ച് അന്വേഷിക്കാനും രക്ഷക്കെത്തുമെന്നും അത്തൗഹീദിൽ നിങ്ങൾ എഴുതി അതും മറച്ചു വെച്ചുകൊണ്ടാണ് ഇതിന് മറുപടി ഉണ്ടാക്കാൻ ഒപ്പിക്കാൻ തുടങ്ങിയത്. എന്നാൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാവുകയാണ്. ഒരു കാര്യം കൂടി ഉണർത്തട്ടെ. ഇനി ഞാൻ പറഞ്ഞല്ലോ ഈ ഹദീസിനെ കുറിച്ച് ഇസ്ലാഹില പ്രസ്തുത ലേഖനത്തിലില്ല എന്ന്. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് ശൈഖന്മാർ